അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്രൈം സ്റ്റോറിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ക്രൈം നടന്നാൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിന് പിന്നാലെ സജീവമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പാണ്ടിക്കാട് ഫിക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് പോലീസ് സർജൻ കൂടിയായിട്ടുള്ള ഹിതേഷ് ശങ്കർ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ആദ്യമായി ചോദിക്കുമ്പോൾ, കുട്ടിക്കാലത്ത് പലർക്കും പല സ്വപ്നങ്ങളായിരിക്കും. ഇന്നതാവണം, ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, പോലീസ് ഉദ്യോഗസ്ഥനാവണം. എന്തുകൊണ്ട് സാർ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുത്തു? ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടാണോ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നത്? ഫോറൻസിക് മെഡിസിൻ എന്നുള്ള ശാഖയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് MBBSന് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ്. ഓരോരുത്തർക്കും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇങ്ങനൊരു ശാഖ പേപ്പറിലും മറ്റും വായിക്കുന്നതല്ലാതെ അതിൻ്റെ ഡെപ്തിലോട്ട് കടന്ന് അതിൻ്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷന് അതിൻ്റെ റോള് ഇതെല്ലാം മനസ്സിലാക്കുന്നത് MBBS പഠന കാലഘട്ടത്തിലാണ്. ഐ നെവർ ഹേർഡ് ഓഫ് ദി സബ്ജക്ട് ബിഫോർ ജോയിനിങ് ഫോർ MBBS. അതാണ് ഒരു ഫാക്റ്റ്. പക്ഷേ MBBSന് ജോയിൻ ചെയ്യുമ്പോൾ പലർക്കും പല മോഹങ്ങളുണ്ടാവും. എനിക്കും സാധാരണക്കാരനെ പോലെ തന്നെ ഒരു സാധാരണ ഡോക്ടറായി സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ തന്നെയായിരുന്നു എൻ്റെയും ഉദ്ദേശം. അതുതന്നെയാണ് ഞാൻ MBBSന് ശേഷം ചെയ്തു വന്നിരുന്നതും. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് PGക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ പഠനകാലത്ത് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള സബ്ജക്റ്റാണ്. ഇതൊരു ത്രില്ലറാണല്ലോ, ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ താല്പര്യമുള്ള സബ്ജക്റ്റാണ്. പക്ഷേ അത് ആരോ അത് പ്രൊഫഷണലായിട്ട് എടുക്കാനുള്ള ഒരു പേടിയും അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. അത് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തടസ്സമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അധികം ആളുകൾ ഫോറൻസിക് മെഡിസിനിലേക്ക് എത്താത്തത്. പക്ഷേ ഇപ്പം കാലഘട്ടത്തിൻ്റെ മാറ്റമോ അതോ അതിൻ്റെ അനിവാര്യതയോ സബ്ജക്റ്റിൻ്റെ അനിവാര്യതയോ മനസ്സിലാക്കിയിട്ട് കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഇപ്പോൾ ഫോറൻസിക് മെഡിസിൻ ചൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ആശാവഹമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫോറൻസിലേക്കുള്ള ഒരു വരവ് തിരിച്ചും ഒരു യാദർശികമായൊരു വരവായിരുന്നു. പിന്നെ ചോദിക്കാനുള്ളത് വെച്ചാൽ, ഒരു ക്രൈം നടന്ന ശേഷം ഒരു ക്രൈം സ്പോട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രൈം സീനിലേക്ക് ഒരു ഫോറൻസിക് ഓഫീസറെ വിളിക്കുമ്പോൾ ആദ്യമായി എന്തായിരിക്കും ഫോറൻസിക് ഓഫീസർ അവിടെ ചെയ്യുക? എന്തെല്ലാം എവിഡൻസുകൾ, ഒരു കോമൺ ചില എവിഡൻസുകൾ ഉണ്ടാവുക, എന്തെല്ലാമാണ് ഈ ചില കോമൺ എവിഡൻസുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ നമുക്ക് എന്താണ് ഫോറൻസിക് മെഡിസിൻ, എന്താണ് ഫോറൻസിക് സയൻസ് എന്ന് മനസ്സിലാക്കണം. അതായത് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് വലിയൊരു ശാഖയാണ്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അതിൻ്റെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷന് പോലീസിനെ സഹായിക്കുക അല്ലെങ്കിൽ പോലീസിനെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ അതൊരു ജുഡീഷ്യറിക്കുള്ള ഒരു മറുപടിയാണ്. സാധാരണ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സയൻറ്റിഫിക്കായിട്ട് നടത്തുക എന്നത് നമുക്കറിയാം. സയൻസ്, ലോ ഈസ് നോട്ട് എ സയൻസ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ലോയ്ക്ക് ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ലോ ഗവേൺസ് ദ കണ്ടക്ട് ഓഫ് പീപ്പിൾ. അതായത് പ്രാചീന കാലം മുതലേ ലോ മനുഷ്യൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ലോ മനുഷ്യൻ്റെ കണ്ടക്റ്റിനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ചെയ്തുകൂടാ എന്ന് പറയുന്ന ഒരു രീതി പ്രാചീന കാലം മുതലേ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒരു മോഡേൺ ലോയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ സയൻറ്റിഫിക്കലി ഒരു ക്രൈം പ്രൂവ് ചെയ്യാൻ ലോയ്ക്ക് കഴിയില്ല. അപ്പോൾ ലോ ഡിപ്പെൻഡ്സ് അപ്പോൺ അതർ സയൻസസ് ടു പ്രൂവ് എ ക്രൈം. അതാണ് അതിൻ്റെ ഫാക്റ്റ്. അപ്പോൾ അതിന് ഫോറൻസിക് മെഡിസിൻ ഭാഗത്ത് ഉപയോഗിക്കുമ്പോൾ അത് ഫോറൻസിക് മെഡിസിൻ ഈസ് യൂസ്ഡ് ടു സോൾവ് എ ക്രൈം. അപ്പോൾ ഇതിന് ഫോറൻസിക് മെഡിസിൻ ആവും. ഇഫ് മാത്തമാറ്റിക്സ് ഈസ് യൂസ്ഡ് ഇറ്റ് ഈസ് ഫോറൻസിക് മാത്തമാറ്റിക്സ്. ലൈക്വൈസ് അങ്ങനെയാണ് ഈ ഫോറൻസിക് എന്നുള്ളൊരു വാക്കുകൊണ്ടും ഈ ഫോറൻസിക് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ജുഡീഷ്യറി. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ സയൻറ്റിഫിക്കിൻ്റെ സയൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ക്രൈം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫോറൻസിക് ഡോക്ടറുടെ ഒരു പ്രധാന കർത്തവ്യം. ഫോറൻസിക് ഡോക്ടർക്ക് ട്രൂത്ത് അല്ലാതെ മറ്റൊന്നും കക്ഷിയായി വരാൻ പാടില്ലാത്തതാണ്. പണ്ട് സിഡ്നി സ്മിത്ത് പറഞ്ഞൊരു ഓട്ടോബയോഗ്രാഫിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ട്രൂത്ത് ഇസ് ദ ഓൺലി ക്ലൈൻറ്റ് ഓഫ് എ ഫോറൻസിക്. ഇറ്റ് മസ്റ്റ് ബി ഓൺലി ദ ക്ലൈൻറ്റ് ഓഫ് എ ഫോറൻസിക് സർജൻ. അല്ലെങ്കിൽ മറ്റു ഇൻട്രസ്റ്റുകൾ ഫോറൻസിക് ഡോക്ടർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത്
അത് ഒരു സത്യം കണ്ടെത്തുന്നതിനൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കും. അപ്പോൾ അത് സത്യം കണ്ടെത്തുക എന്ന് മാത്രമായിരിക്കണം, അതും സയൻസിലൂടെ സയൻറ്റിഫിക്കായിട്ട് കണ്ടെത്തുക. ഫോറൻസിക് എവിഡൻസിനെ കുറിച്ച് വരുമ്പോൾ ഫോറൻസിക് എനിത്തിങ് ക്യാൻ ബി എ ഫോറൻസിക് എവിഡൻസ്. അതായത് ഡോക്ടർ ഒരു ശരീരം പരിശോധിക്കുമ്പോഴോ ഒരു ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ആളെ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവൈവറിനെ സെക്ഷൽ അസോൾട്ട് ആയാലും മറ്റു സർവൈവറിനെ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അടികിട്ടിയിട്ട് വരുന്ന ഒരാളായാലും അല്ലെങ്കിൽ ഒരു ബാറ്റേഡ് ബേബി ഒരു കുട്ടീനെ പരിശോധിക്കുമ്പോഴും അങ്ങനെ ഏത് രീതിയിലുള്ള പരിശോധനയായാലും ശരി, ഏത് ഒരു മെഡിക്കോളിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് എത്ര സംഭവിച്ചിട്ട് സമയമായി, ഇത് ആര് ചെയ്തു, എപ്പോൾ ചെയ്തു, ഇത് എങ്ങനെ ചെയ്തു, ഇതിനെല്ലാത്തിനും ഉത്തരം ത്രൂ ഫോറൻസിക് മെഡിസിനെ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന ഇത്തരം ഇഞ്ചുറികളെയും ഇത്തരം മാറ്റങ്ങളെയും എല്ലാം ഫോറൻസിക് മെഡിസിനിലൂടെ നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ സബ്ജക്റ്റിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതായത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ഒപ്പം ആ ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റീവ് പാർട്ട്, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷന് ഒരു ഓപ്പറേറ്റീവ് പാർട്ട് ഉണ്ട്. ആ ഓപ്പറേറ്റീവ് പാർട്ടിലാണ് പ്രോസിക്യൂഷനും പോലീസും ഫോറൻസിക് ഡോക്ടറും എല്ലാം ജുഡീഷ്യറിയും എല്ലാം വരുന്നത്. പിന്നെ ജയിലും കറക്ഷണൽ മെത്തേഡ്സും എല്ലാം വരുന്നത് അതിൻ്റെ ഒരു ഓപ്പറേറ്റീവ് പാർട്ടിലാണ്. അപ്പോൾ ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി, ആരാണ് ഈ ക്രൈം ചെയ്തത്, അയാൾ ശരീരത്തിൽ അല്ലെങ്കിൽ ആ ഇഞ്ചുവേർഡ് അല്ലെങ്കിൽ സർവൈവറിൽ നിക്ഷേപിച്ച തെളിവുകൾ എന്തെല്ലാമാണ്, ആ തെളിവുകൾ പുറത്തേക്കെടുത്ത് ശാസ്ത്രീയമായി പരിശോധിച്ച് ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓൺ എ പർട്ടിക്കുലർ പേഴ്സൺ. ആരെ ചെയ്ത ആളെ നമുക്ക് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് അയാളെ നിയമപരമായിട്ട് കോടതിയുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഫോറൻസിക് ഡോക്ടറുടെ പ്രധാന കർത്തവ്യം. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് മരിച്ചതിന് ശേഷം തൻ്റെ ബോഡി ഒരാൾ പോസ്റ്റ്മോർട്ടം ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ശരിക്കും എന്താണ് ഈ പോസ്റ്റ്മോർട്ടം? ഏത് രീതിയിലുള്ള മരണത്തിന് വിധേയമായ അവസ്ഥയിലുള്ള ആളുകളുടെ ബോഡിയാണ് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കാറ്? പോസ്റ്റ്മോർട്ടം ഒരു നിയമ നടപടിയാണ്, ഇറ്റ്സ് എ ലീഗൽ പ്രൊസീജിയർ. അതിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യൻ നിയമ സംഹിതകൾ അത് തീർച്ചയായും ഒരു അൺനാച്ചുറൽ ഡെത്തുകൾക്ക്, അസ്വാഭാവിക മരണങ്ങളിലെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കേണ്ടതാണ്. അല്ലെങ്കിൽ മരണകാരണം വ്യക്തമല്ലാത്ത സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ മരണത്തിന് എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്ന സിറ്റുവേഷനിൽ, ഇത്തരം ഡെത്തുകളിലെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കേണ്ടതാണ്. പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക്, പോസ്റ്റ്മോർട്ടം എന്ന് പറയാൻ മരണശേഷം നടത്തുള്ളൂ, പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതിന് റിലീജിയസ് ആയിട്ടും മറ്റു സാമൂഹികപരമായിട്ടും ആളുകൾക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് അറിയാം. എതിർപ്പ് അതിൻ്റെ സയൻസ് മനസ്സിലാക്കാത്തതും കൂടിയാണ്. അതായത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മരിച്ചു എന്നറിയാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അതായത് ബന്ധുക്കൾക്ക് മാത്രമല്ല, അത് നമ്മളുടെ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ അത് നമ്മളുടെ രാജ്യത്തിലെ ഓരോ പൗരനും അതിനുള്ള അവകാശമുണ്ട്. അത് നിയമം ആ അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾക്ക് മാത്രമല്ല, മരണത്തിന് സംശയമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. റൈറ്റ് ടു നോ ദ കോസ് ഓഫ് ഡെത്ത്, അത് ഒരു മനുഷ്യൻ്റെ അവകാശത്തിൽപ്പെട്ട സംഭവം, ഒരു മൗലികാവകാശത്തിൽപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു നിയമ നടപടിയുടെ കംപ്ലീഷൻ ആണ് ഒരു അല്ലെങ്കിൽ അതല്ലാതെ പോസ്റ്റ്മോർട്ടം പരിശോധനയോടെ അല്ലാതെ അതിന് സത്യം പുറത്തു വരാൻ വേറെ ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ഇപ്പം ഈ ആധുനിക കാലഘട്ടത്തിൽ, അതായത് പണ്ട് നമുക്ക് ഇത് മാത്രമേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജൂലിയസ് സീസറിന്റെ പോസ്റ്റ്മോർട്ടം പരിശോധന, ആന്റിസ്റ്റിയസ് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തി നെഞ്ഞത്തേറ്റ മുറിവാണ് മരണകാരണമെന്ന് കണ്ടെത്തിയ ഒരു സംഭവമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്നും ഇപ്പോഴും ഇത് തന്നെയാണ് ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന, ഫിസിക്കൽ എക്സാമിനേഷൻ തന്നെയാണ് ഒരു കൺവെൻഷനലായിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നത്. പക്ഷെ അതിന് മാറ്റം വരുന്ന സമയമായിരിക്കുന്നു. പെർച്ചോപ്സി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ റേഡിയോളജിക്കൽ മെത്തേഡിലോടുകൂടി പല കാര്യങ്ങളും കണ്ടെത്താൻ ഇന്ന് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യാവുന്നതാണ്. കാരണം പക്ഷേ ചില കേസുകളിൽ അനിവാര്യമാണ്, സംശയമൊന്നുമില്ല. ചില സാമ്പിൾസ് എടുക്കുന്നതിനും ചില ഫൈൻഡിങ്സ് വ്യക്തമായി മനസ്സിലാക്കുന്നതിനും ഡിസെക്ഷൻ കൂടിയേ തീരും. അത്തരം കേസുകളിൽ
മാത്രം പോസ്റ്റ്മോർട്ടം പരിശോധന കൺവെൻഷനലായിട്ട് ഒതുക്കിക്കൊണ്ട് മറ്റു ഇപ്പോൾ ആക്സിഡൻറ്റുകൾ മറ്റു കേസുകളൊക്കെ ചില കേസുകളൊക്കെ റേഡിയോളജിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്കറിയാം എക്സ്റേ കണ്ടുപിടിച്ചത് മുതൽ നമ്മുടെ നിയമസംഹിത എക്സ്റേ ഉപയോഗിക്കുന്നുണ്ട്. CT സ്കാനും MRIയും കണ്ടുപിടിച്ചത് മുതൽ നമ്മുടെ നിയമസംഹിത അത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ലീഗലാലിറ്റി ഇര കുറവില്ല, ലീഗലായിട്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മരണശേഷവും പോസ്റ്റ്മോർട്ടം പരിശോധന വെർച്ചോപ്സിയിലൂടെ നടത്തിയാലും അത് കോടതി അംഗീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ചില കേസുകളിൽ നമുക്ക് സാമ്പിൾസോ എവിഡൻസോ കളക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് എടുക്കേണ്ടി വരും. അത് ത്രൂ നമ്മളിപ്പോൾ ലൈവ് പേഴ്സൻ്റെ ബ്ലഡ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ബ്ലഡ് എടുക്കുകയോ മറ്റ് ടിഷ്യൂസ് ഹിസ്റ്റോപത്തോളജിക്ക് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു ഇവിടെ തന്നെ മഞ്ചേരിയിൽ തന്നെ ഞങ്ങൾ ഒരു CT സ്കാനും ഒരു MRI സ്കാനും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒരു വെർച്ചോപ്സിയിലേക്ക് കടക്കാനുള്ള സ്റ്റെപ്സുകൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം ചെയ്താൽ യഥാർത്ഥത്തിലുള്ള മരണകാരണം അറിയാൻ സാധിക്കും? തീർച്ചയായും യഥാർത്ഥത്തിലുള്ള മരണകാരണം ഒരുവിധം 95% കേസുകളിലും അറിയാൻ സാധിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശവും. അതിൻ്റെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഉദ്ദേശം അതാണ്. ഉദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മരണകാരണം അത് അതിൻ്റെ പ്രധാനപ്പെട്ട അത് ഏറ്റവും ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൽ കൊലപാതകമാണോ അല്ലയോ, അല്ലെങ്കിൽ ആ മരണത്തിന് മറ്റുള്ള ഒരാൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതിലേക്ക് എത്താനുള്ള വഴികളാണ് ഈ മരണകാരണം കണ്ടെത്തുക, എപ്പോൾ മരിച്ചു എന്ന് കണ്ടെത്തുക, മരണ സമയത്ത് അയാളുടെ ഏത് രീതിയിലുള്ള മരണമെന്ന് കണ്ടെത്തുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില പെർസെൻറ്റേജ് കേസുകളിൽ മരണകാരണം കണ്ടെത്താൻ സാധിക്കാറില്ല. അപ്പോൾ ഞങ്ങളതിന് നെഗറ്റീവ് ഓട്ടോപ്സി, ഒബ്സ്ക്യൂർ ഓട്ടോപ്സി എന്നൊക്കെ പറയും. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ പോസ്റ്റ്മോർട്ടം പരിശോധനകളും ഒരു പോലീസ് സർജൻ തന്നെ നേരിട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ അസിസ്റ്റന്റ് സർജന്മാരായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഹെൽത്ത് സർവീസിലൊക്കെ ഈ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നത് വഴി പരിചയക്കുറവിൻ്റെ ഫലമായി, അല്ലെങ്കിൽ ഐസ് ഡു നോട്ട് സീ വാട്ട് മൈൻഡ് ഡസ് നോട്ട് നോ, ഇതാണ് തിയറി. അപ്പോൾ അറിയാത്തൊരു കാര്യം ഒരു അനസ്തെറ്റിസ്റ്റ് ആവും ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു പൾമണോളജിസ്റ്റ് ആവും ചില പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നത്. ചങ്ങാതിക്ക് ആ ലങ്സിനെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കലുണ്ടാവില്ല. അപ്പം അത്തരം അല്ലെങ്കിൽ ഗാസ്ട്രോൻട്രോളജിസ്റ്റ് ആവും, ആ ഗാസ്ട്രോൻട്രസ്റ്റൈനൽ ട്രാക്റ്റിന് അപ്പുറത്തേക്ക് ചങ്ങാതി വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരു മെഡിക്കോ ലീഗൽ ആസ്പെക്റ്റിൽ ഒരു കേസ് ചെയ്യുമ്പോൾ അതൊരു കോംപ്രഹെൻസീവ് അപ്രോച്ചാണ്. അത് അവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തേണ്ടത് ഫോറൻസിക് ഡോക്ടർ നേരിട്ട് തന്നെയാണെന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ പൊളിറ്റീഷ്യന്മാർക്കും ഈ പോളിസി മേക്കേഴ്സിനും വേണം. അവരുടെ നിർബന്ധപ്രകാരമാണ് പലപ്പോഴും പല ഹെൽത്ത് സർവീസിലും പോസ്റ്റ്മോർട്ടം പരിശോധന നിർബന്ധമായും ഡോക്ടറെ കൊണ്ട്, ഈ അനസ്തെറ്റിസ്റ്റിനെ കൊണ്ടും പൾമനോളജിസ്റ്റിനെ കൊണ്ടും ഗാസ്ട്രോൻട്രോളജിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതായത് ഇത് വെറുതെ കീറി മുറിക്കുക എന്നുള്ളതല്ല, ഇത് ശാസ്ത്രീയമായ പരിശോധനയാണ്. ഓരോ ശരീരത്തിൻ്റെ തല മുതൽ കാല് വരെയുള്ള ഓരോ ഭാഗങ്ങളും ശാസ്ത്രീയമായി പരിശോധിക്കുകയാണ്. അത് സയന്റിഫിക് എക്സാമിനേഷനാണ്. അതിൻ്റെതായ ഉള്ളിൽ അതിനുള്ള ജ്ഞാനം വേണം, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് സർജൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ വ്യക്തമായ രീതിയിലുള്ള കൺട്രോൾ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇനിയെങ്കിലും അതിനുള്ള ഇപ്പൊ അഡിക്കേറ്റ് പോസ്റ്റ് പോലീസ് സർജന്മാർ ഫോറൻസിക് PG കഴിഞ്ഞ ഡോക്ടർമാർ സ്ഥലത്തുണ്ട്. അപ്പൊ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. എവിഡൻസുകളിൽ പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആണ് നമ്മുടെ DNA എന്നുള്ളത്. അപ്പോൾ ഈ DNA എങ്ങനെയാണ് അനലൈസ് ചെയ്യുക? DNA അനലൈസിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? പിന്നെ ഒരു ബോഡിയിൽ തന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് 2 DNAകൾ ഉണ്ടാവാറുണ്ടോ? DNA കണ്ടുപിടിക്കുന്നത് വരെ, വാട്സൺ DNA മോഡൽ കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ പോസ്റ്റ്മോർട്ടം പരിശോധനയായാലും ഈ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനൊക്കെ ഒരു റിട്രോസ്പെക്റ്റീവാണ്. നമ്മൾ മരിച്ചത് ആരും കൊല്ലുന്നൊരു സിറ്റുവേഷൻ നേരിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ അത് നമ്മളെ കോടതി അംഗീകരിക്കില്ല. നമ്മളെ നിയമത്തിൻ്റെ ഒരു സത്വം എന്ന് പറയുന്നത് 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കോടതിയിൽ പോയിട്ട് എവിഡൻസ് കൊടുക്കാം, ദൃക്സാക്ഷിയായിട്ട് എവിഡൻസ് കൊടുക്കാം. ഒരു ജഡ്ജിയുടെ മുന്നിലോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ മുന്നിലോ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ആ കേസിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പറയാം. എന്നിട്ട് പുതിയൊരു ടീമിനെ അത് അൺബയസ്ഡ് ആയിട്ട് വേണം ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ DNA കണ്ടുപിടിക്കുന്നത് വരെ
നമ്മൾ എക്സ്ക്ലൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിരുന്നത്. അതായത് കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഓരോന്ന് മാറ്റി ഇതാവില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് എത്താൻ ചെയ്യാം. എക്സെപ്റ്റ് മാറി മാറ്റി എക്സ്ക്ലൂഡ് ചെയ്ത് DNA വന്നതിന് ശേഷം അത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചു. അതായത് പിൻ പോയിന്റ് ആയിട്ട് ഇന്ന ആളാണൊക്കെ ചെയ്തത്, അയാൾ DNA കണ്ടുപിടിച്ച ഇന്ന ആളാണ് ചെയ്യുക. DNA ചെയ്യുന്നത് ഫോറൻസിക് സയൻസിന്റെ DNA ഒരു ഫിംഗർ പ്രിന്റിങ് ഒരു വിഭാഗമുണ്ട്, അവരാണ് DNA സാധാരണ ചെയ്യുന്നത്. അപ്പോൾ DNA ഞങ്ങൾ സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിലുള്ള ബോഡി കേടാവും തോറും, അതായത് പോസ്റ്റ്മോർട്ടം ഇൻ്റർവ്യൂവിൽ കൂടും തോറും DNA കിട്ടാനുള്ള ബ്ലഡിൽ നിന്നൊക്കെ DNA കിട്ടാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ അത്തരം കേസുകൾ ഞങ്ങൾ എല്ലും അല്ലെങ്കിൽ മസിൽ ബിറ്റും അല്ലെങ്കിൽ പല്ല് ഇതൊക്കെയാണ് സാധാരണഗതിയിൽ DNAക്ക് വേണ്ടി പ്രിസർവ് ചെയ്തിരിക്കാറ്. എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്ത് DNA എക്സ്ട്രാക്ട് ചെയ്യാറാണ് പതിവ്. പിന്നെ 2 തരം DNA എന്നുള്ള സംഭവം ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഈ കൈമേറിസം എന്ന് പറയും. അതായത് ട്രാൻസ്പ്ലാന്റ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തിയ ഒരു സംഭവം ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഈ ബ്ലഡിലും ഇമ്മ്യൂൺ സിസ്റ്റത്തിലൊക്കെ DNA വേറെ ആയിരിക്കും. അപ്പോൾ സെല്ല് DNA വേറെ ആയിരിക്കും. അപ്പോൾ അയാളൊരു ക്രൈം ചെയ്തിട്ട്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല, അയാളൊരു ക്രൈം ചെയ്തിട്ട് വരുമ്പോൾ യു ക്യാൻ ഗെറ്റ് 2 DNA, ഉറപ്പായിട്ടും 2 DNA കിട്ടും. ചിലപ്പോൾ ചില സ്റ്റഡീസിലൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ് DNA തന്നെ മാറിപ്പോയതായിട്ടൊക്കെ ചില ലിറ്ററേച്ചർ പറയുന്നുണ്ട്. പക്ഷേ സാധാരണ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനത്തെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ 2 തരം DNA ഉണ്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സെല്ലിൽ മാത്രമേ DNA പ്രിസർവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ലോങ് ഈ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് കഴിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ആ DNA വരും. അപ്പോൾ റിജക്ഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഉണ്ട്. അത് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല, ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ കടന്നു പോയിട്ടില്ല. അല്ല, അങ്ങനെ ഒരു സംഭവം അങ്ങനത്തെ ആൾക്കാർ ക്രൈം ചെയ്തതായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കേസ് അല്ല, ഒരു കേസിൽ ഒരു എവിഡൻസ് ഇൻക്ലൂസീവ് അല്ലെങ്കിൽ കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള എവിഡൻസ് വരുമ്പോൾ ആ കേസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്? കോൺട്രാഡിക്റ്ററി എവിഡൻസ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാഡിക്ഷൻ വരാൻ സാധ്യതയുള്ളത് ചില പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് പ്രഥമദൃഷ്ടിയ പോലീസിനെ കാണുന്ന അത് നമ്മളുടെ ഭാഗത്ത് വരാൻ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയറാണ്. നമ്മൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മരണം കഴിഞ്ഞാൽ ഉടനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങ് സർക്കാരിൽ വരെ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ റവന്യൂ ഓഫീസേഴ്സ് സർക്കാർ തലത്തിലുള്ള ആളുകൾ എല്ലാവരും ഇത് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അഭിലഷണീയമല്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഇലക്റ്റീവ് പ്രൊസീജിയറായിട്ട് കാണണം. ഇതൊരു എമർജൻസി പ്രൊസീജിയർ, സോഷ്യൽ എമർജൻസി ഉണ്ട്, അത് നമ്മൾ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ്മോർട്ടം പരിശോധന കേരളത്തിൽ ആദ്യമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 8 മണി വരെ വർദ്ധിപ്പിച്ചത്. അത് കേരളത്തിൽ എങ്ങുമില്ല. അപ്പോൾ സോഷ്യൽ എമർജൻസി നേച്ചർ കണ്ട് ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം പരിശോധന 8 മണി വരെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അതിൻ്റെ റിസൾട്ട് വളരെ വലുതുമാണ്. അപ്പോൾ വളരെ അധികം ആളുകൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 4 മണിക്ക് വരുന്നൊരു കേസ് പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ ഇവിടെ മോർച്ചറിയുടെ ചുറ്റുപാടും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പം മഞ്ചേരിയിലില്ല. ഇപ്പം പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകളുടെ വേദന മനസ്സിലാക്കാതെ അവരുടെ സങ്കടം കാണാതെ മോർച്ചറിയുടെ വാതിലടയ്ക്കുന്ന രീതി മഞ്ചേരിയിലില്ല. അത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ പോസ്റ്റ്മോർട്ടം പരിശോധന കോൺട്രഡിക്ഷൻ വരുന്നത് ഈ വളരെ സ്പീഡി ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിൽ പോസ്റ്റ്മോർട്ടം പരിശോധന കാണുന്നതിനേക്കാൾ മുമ്പ് തന്നെ ചിലപ്പോൾ ചില പോലീസ് ഓഫീസേഴ്സ് ചില തീരുമാനത്തിലെത്തും. അപ്പോൾ അത്തരം സാഹചര്യം ഇതൊരു പറയുക കൂട്ടായ പ്രവർത്തനമാണ്. അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ടീം വർക്കായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ എവിഡൻസ്, ഈ കോൺട്രാഡിക്ടറി എവിഡൻസസ് ഒന്നും ഇല്ലാതിരിക്കുകയുള്ളൂ. സാധാരണ രീതിയിലും മാക്സിമം കേസുകളിൽ നന്നായി ചെയ്യുന്ന കേസുകൾ, അതായത് സെൻസേഷൻ ആവുന്ന കേസുകളും മറ്റു കേസുകളിലെല്ലാം അങ്ങനത്തെ എവിഡൻസുകളൊന്നും ഉണ്ടാവാറില്ല. സാധാരണഗതിയിൽ എല്ലാ എവിഡൻസുകളും ഒരുമിച്ച് പോകാറില്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു മരണപ്പെട്ട ഒരാൾ വർഷങ്ങൾക്ക് ശേഷം അതൊരു മർഡറായിട്ട് സ്ഥിരീകരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഫോറൻസിക് ഓഫീസേഴ്സിനുള്ള അവിടെയുള്ള ഡ്യൂട്ടികൾ എന്തൊക്കെയായിരിക്കും? വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരാളാണ്, പക്ഷെ അത് വർഷങ്ങൾക്ക് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് അതൊരു മർഡറായിട്ട് ആരോപിക്കപ്പെടുകയും പിന്നീട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോഴേ ഇവ ഓൾമൈറ്റി ചങ്ങാതി ചിലപ്പോൾ ചില സിഗ്നേച്ചർ ഇട്ട് വയ്ക്കും.
അത് ആ സിഗ്നേച്ചർ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഫോറൻസിക് ഡോക്ടറുടെ പ്രധാന കർത്തവ്യം. അതായത് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ എക്സ്ഹ്യൂമേഷനോ രണ്ടാമത് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നതിന് സമയ ലിമിറ്റ് ഇല്ല. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാലും ബോഡി ക്രിമേറ്റ് ചെയ്തതാണ്, ബോഡി കുഴിച്ചിട്ടൊരു ബോഡി ആണെങ്കിൽ, ബറിയുടെ ബോഡി ആണെങ്കിൽ അത് കുഴി എടുത്ത് പരിശോധിച്ച് അതിൻ്റെ മരണകാരണം കണ്ടെത്താവുന്നതാണ്. ചിലപ്പോൾ എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അതിലും ആ എല്ലിലൊരു പൊട്ടലുണ്ടാവും. ആ പൊട്ടലിൽ കുറച്ച് രക്തം ഉണ്ടാവും. അത് മരണത്തിന് മുന്നേ പൊട്ടിയതാണെന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർക്ക് സാധിക്കും, അല്ലെങ്കിൽ ആ രാസപരിശോധനയിലൂടെ അതിന് സാധിക്കും. അപ്പോൾ ഒരു കൊലപാതകം നടത്തിയ ഒരു ആള് എന്തെങ്കിലും ട്രേസ് അതിനുള്ളിൽ ബോഡിയിൽ വെച്ചിട്ടുണ്ടാവും. അതായത് അങ്ങനെ പല കാലപ്പഴക്കം കടന്ന കേസുകളിലും പലപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അത് കണ്ടെത്തിയിട്ടുണ്ട്. പൂർണ്ണമായി മിസ്ലീഡ് ചെയ്യപ്പെട്ട ഒരു കേസ് ഈ കരിയറിനിടെ ഉണ്ടായിട്ടുണ്ടോ? അതായത് തീർച്ചയായും തൃശ്ശൂർ വെച്ചിട്ട് ഒരു റെയിൽവേ ട്രാക്കിൽ കൂടെ റെയിൽവേ ട്രാക്കിലൊരു ശരീരം അറ്റ് കിടക്കുന്നു, അതായത് 2 ആയിട്ട് കിടക്കുന്നു, ട്രാൻസെക്ട് ചെയ്ത് കിടക്കുന്നു. ആ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുമ്പോൾ അത് പല ഫാക്ടേഴ്സ് അതിനുള്ളിൽ ഇൻവോൾവ് ആണ്. അന്ന് PG സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ PGകൾക്ക് ഇത് അന്ന് അധികം കേസുകൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു എന്താ പറയുക ഫാക്ടേഴ്സാണ്. അധികം കേസുകളിലെ ഒരു കേസ് അന്നത്തെ റെയിൽവേ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് SI ഇൻക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ട്രെയിൻ കയറി മരിച്ചു എന്ന് കൊണ്ടുവന്ന ഒരു കേസ് മാത്രമാണ് അൺനോൺ ആയിരുന്നത്. ആളറിയാത്തൊരു സ്ത്രീ ആയിരുന്നു. ഒരു 30 വയസ്സായ ഒരു 28-30 വയസ്സായ ഒരു പെൺകുട്ടി. അപ്പം അന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകും. ഫ്രീ ആയിട്ട് ചെയ്യാൻ ഏകദേശം 4 മണിക്കൂർ എടുത്ത ഓട്ടോപ്സി ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ റെയിൽവേ ട്രെയിൻ കയറി ഇറങ്ങിയൊരു കേസിൽ പ്രത്യേകിച്ചും മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഉണ്ടാവും. പക്ഷെ ട്രാൻസാക്ഷൻ ആകുമ്പോൾ ആ ട്രാൻസാക്ട് ചെയ്ത ഭാഗത്തുകൂടെ മാത്രം ട്രെയിൻ കയറി ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ബ്ലഡ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ബ്ലഡ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പോയി എല്ലാ ഓർഗൻസൊക്കെ പെയിലാണ്. ഈ ഇഞ്ചുറി കണ്ടപ്പോൾ ആ ഇഞ്ചുറിയുടെ ഒരു പോസ്റ്റ്മോർട്ടം നേച്ചർ ഓഫ് ദ ഇഞ്ചുറി, അതായത് മരണശേഷം ഉണ്ടാക്കിയ ഒരു ഇഞ്ചുറി ആണോ എന്ന് വെറുതെ ഒരു സംശയം, അങ്ങനെ ഒരു സംശയം മനസ്സിൽ വന്നു. അപ്പോൾ എൻ്റെ കൂടി ഉണ്ടായിരുന്ന പുറത്ത് സാരഥി എന്ന് പറയുന്ന ഒരു PG ആണ്. ഇപ്പോൾ അവൻ കൊല്ലത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അതിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനും എടുത്ത് വിജയന സ്വാബും സ്മീർ അടക്കം എല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ട് തലയും പൊട്ടിയിട്ടുണ്ടായിരുന്നു. തലയും ഉടലും എടുത്തതിന് ശേഷം കഴുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ കഴുത്തിൻ്റെ മസിലിൻ്റെ ഉള്ളിൽ കുറച്ച് രക്തം കട്ടയിൽ കിടക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ട്രെയിൻ ആക്സിഡൻ്റ് ആണ്, ബോഡിയുടെ മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ തലക്കല്ലിൻ്റെ മുകളിൽ തട്ടുന്നുണ്ടാവും. അപ്പോൾ കഴുത്തും ആ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ മൂവ്മെൻറ്റിലൊക്കെ നമുക്ക് രക്തം കട്ടയാവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എന്തോ ഒരു സംഭവം അതിനുള്ളിൽ. അപ്പോൾ ഞാൻ പോലീസ് ഓഫീസറോട് പറഞ്ഞു, ഇത് ഐ തിങ്ക് ഇറ്റ് ഇസ് സ്ട്രാങ്കുലേഷൻ, അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് ഗോ ഓൺ. അപ്പോൾ മൂപ്പർക്ക് പക്ഷെ വിശ്വാസം ഉണ്ടായില്ല. മൂപ്പര് ഇല്ല സാറേ അത് വെറും ട്രെയിൻ ആക്സിഡൻ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സമ്മതിക്കാനും അവസാനം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് മൂപ്പര് ഇൻവെസ്റ്റിഗേഷനിൽ പ്രൊസീഡ് ചെയ്യാണ്ടായപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ലിഗേച്ചർ സ്ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു. എന്നിട്ട് അതർ ഇഞ്ചുറീസ് വേർ ഓഫ് പോസ്റ്റ്മോർട്ടം ഇൻ നേച്ചർ എന്നും കൂടി പറഞ്ഞു. ചങ്ങാതിക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റിയില്ല. ചങ്ങാതി ഇപ്പോൾ റിട്ടയർ ആയില്ല. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നു. അപ്പോൾ മനസ്സിലാക്കിയത് അയാൾക്കൊരു കാമുകനുണ്ട്. ആ കാമുകൻ അയാളുടെ DNA പിന്നെ അയാൾ വജനസേവനങ്ങൾ കണ്ടെത്തി, DNA ഫിംഗർ പ്രിൻറ്റിങ് അത് കണ്ടെത്തി. അയാൾ ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ മൂപ്പരുടെ കാമുകിയാണ് ഈ പെണ്ണ്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. അതാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇയാൾ സ്നേഹം നടിക്കായിരുന്നു, പക്ഷേ ഈ പെണ്ണിന് സ്നേഹം ഉണ്ടായിരുന്നു. ആണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇയാൾ ട്രെയിൻ വരുന്ന സമയത്ത് കഴുത്തിൽ ഷാൾ കൊണ്ട് മുറുക്കി കൊന്നതിന് ശേഷം അയാളെ മേത്തിക്ക് വീണ് അയാളെ തന്നെ ഞാനത് കിട്ടി. അയാളെ തന്നെ ഹിസ്റ്ററി എനിക്ക് കിട്ടി. അയാളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരുന്നു. മേത്തിക്ക് വീണ്ടപ്പോൾ ട്രെയിനിൻ്റെ ശബ്ദം അങ്ങ് ദൂരത്തുനിന്ന് നമുക്ക് ട്രെയിൻ ട്രാക്കിൽ തൊട്ടാൽ മനസ്സിലാവും ട്രെയിനിൽ വരുന്നതാണ്.
ട്രെയിൻ വരുന്ന ശബ്ദം ഫീൽ ചെയ്തപ്പോൾ മുപ്പ ട്രയൽക്ക് ഇട്ട് ഉണ്ടാക്കി ഡിവൈഡ് ചെയ്തു. പക്ഷെ അത് കേസ് പ്രൂവ് ചെയ്തു, അയാൾക്ക് ശിക്ഷയും കിട്ടി. അത് അസ്വാഭാവികമായി അല്ല അസാധാരണമായി നടക്കുന്ന ഒരു സംഭവമാണ്. അതൊരു ഡിക്റ്റ ചെയ്ത് പ്രത്യേകിച്ചും ട്രെയിൻ ആക്സിഡന്റ് കേസുകളിൽ ഇത്ര മൾട്ടിപ്പിൾ ഇഞ്ചുറി ഉള്ള കേസുകളിലൊന്നും അസാധ്യമാവാത്ത ഒരു സംഭവമാണ്. പിന്നെ ഒരു കേസ് സൗമ്യ കേസിൽ ഗോവിന്ദസ്വാമി ഇന്ന് ജയിലിൽ കിടക്കുന്നത് എന്നുള്ളൊരു എന്റെ ക്രൂഷ്യൽ എവിഡൻസ് ഉള്ളത് കൊണ്ട് പരിശോധിച്ച് ആ തെളിവുകൾ കോടതിയുടെ മുന്നാകെ വ്യക്തമായിട്ട് പറയാൻ സാധിച്ചതിന്റെ ഫലമായിട്ടാണ് അയാൾ 302 വിട്ടുപോയി. അയാൾ 376 പ്രകാരം ഇപ്പോഴും അയാൾ ജയിലിൽ കിടക്കുന്നതിനുള്ള ഒരു കൂടി കാരണം കൂടി എന്റെ എവിഡൻസ് ആണ്, എന്റെ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതാണ് ഫോറൻസിക് വിത്തൗട്ട് ഫോറൻസിക് എവിഡൻസ് ദാറ്റ് കനോട്ട് ബി സോൾവ്, ദാറ്റ് കനോട്ട് ബി പ്രൂവ്. അതാണ് എന്റെ സബ്ജക്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അത് ഞാനല്ലെങ്കിൽ വേറൊരാള് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഈ ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് മറ്റു ഡോക്ടേഴ്സിന് ഒരു എക്സ്ട്രാ മെന്റൽ സ്റ്റെബിലിറ്റി എല്ലാം നല്ല കറേജ് വേണ്ടതായിട്ട് സാറ് തോന്നിയിട്ടുണ്ടോ? ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന അത് ഏത് പ്രൊഫഷനായാലും ശരി, എല്ലാ പ്രൊഫഷനും ധൈര്യം വേണം. ഒരു പ്രൊഫഷനും ധൈര്യമില്ലാതെ ഒരു പ്രൊഫഷൻ മുന്നോട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ശരി, ചെറിയ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ പറയാറില്ല ചീഞ്ഞത് കുറച്ച് മതിയെന്ന്. അത് കാത്തിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ശരി, അത് അതിന്റെ ഒരു പാർട്ടാണ്, ഇനി പ്രൊഫഷണൽ വർക്കിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കറേജ് വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എല്ലാ പ്രൊഫഷണലിലുള്ള പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നേരിടേണ്ട ആൾക്കാരാണ് ഈ ഫോറൻസിക്. അത് നമ്മൾ പറയുന്നത് സയൻസ് ആണ്, അത് പേഴ്സൺ അല്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ സയൻസിന്റെ ഒരു പവറാണ്, പവർ ഓഫ് ഫോറൻസിക് മെഡിസിൻ ആണ്. അത് പറയാൻ സാധാരണ ആരും തടസ്സം ധൈര്യപ്പെടാണ്ടിരിക്കാവുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം നവീൻ ബാബുവിന്റെ കേസ്, എല്ലാവരും പല രീതിയിലുള്ള പ്രൊപ്പഗണ്ടകളും മീഡിയാസിലും മറ്റും ഈ ഒരു സബ്ജക്റ്റിന് ഇതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും അറിയാതെ ഈ മുറിവൈദ്യം എന്ന് പറയുന്നത് ചില പോലീസുകാർ മോർച്ചറി കയറിയിട്ട് കേസ് കാണുന്നുണ്ടാവും. ഇവര് ആ കേസ് കണ്ടിട്ട് അവർ കാണുന്നത് വളരെ എന്താ പറയാ ഐസ്ബർഗ് പോലെയാണ്. അതായത് ഐസിൽ പൊന്തി കിടക്കുന്ന ആ ഭാഗം മാത്രം കാണുന്നുള്ളൂ. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മതി. ജോർജ് ജോസഫ് എന്ന പോലീസുകാരൻ ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയെ കുറിച്ച് ടി വിയിൽ പറയുന്നത് ഞാൻ കേട്ടു. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയാലും ശരി, ആരായാലും മോർച്ചറിയിൽ വിത്തൗട്ട് പെർമിഷൻ ഓഫ് ദ പോലീസ് സർജൻ ഐ വോണ്ട് അഗ്രി, ഐ വോണ്ട് പെർമിറ്റ് ദം ടു എൻ്റർ ദ മോർച്ചറി. അത് പോലീസ് സർജന്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനോ അത് പൊളിറ്റിക്സിന് അതീതമായി അല്ലെ റിലീജിയസ് എല്ലാ തോട്ടുകൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും അനുവദിക്കില്ല. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. നിങ്ങൾക്ക് കേരളത്തിലെ ഏത് ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ളിൽ മറ്റും വിട്ടുവീഴ്ചകളില്ല. നോ കോംപ്രമൈസബിൾ തിങ്. അപ്പൊ അതിൽ കാണുന്ന ചെറിയൊരു കാര്യം വെച്ചുകൊണ്ട് അത് മുഴുവനും ആ പോസ്റ്റ്മോർട്ടം പരിശോധന എങ്ങനെയാണ് പോലും വിലയിരുത്താണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അധികമായി അറിയാത്ത ആളുകളെ കൊണ്ട് ചില ക്രൈം യൂട്യൂബ് ചാനലുകൾ വെറുതെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. അല്ലാതെ ഒരു കേസ് നടന്നു കഴിയുമ്പോൾ ആ കേസിന്റെ തെളിവെടുപ്പിലേക്കും ആ കേസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്കും ഫോറൻസിക് എവിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് വിലയിരുത്തേണ്ടവർ വിലയിരുത്തണത്. അതായത് എല്ലാവരും. പക്ഷെ ഫോറൻസിക് എന്ന് പറയുന്നത് തന്നെ ഒരു പണ്ട് പറയുന്ന പോലെ ഈ പബ്ലിക് ഫോറത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട സാധനം തന്നെയാണ്. അത് ഡിസ്പ്യൂട്ടില്ല. പക്ഷെ ഒരു ശാസ്ത്രീയമായ പരിശോധന അതിന് ആൾക്കാരുടെ ഇടയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കരുത്. ഇങ്ങനെ ഇതാണ് പോസ്റ്റ്മോർട്ടം പരിശോധന എന്നൊക്കെ തോന്നല് ഈ ഡോക്ടർമാരൊന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു ആശങ്ക പണ്ട് സിനിമകളിൽ അങ്ങനെ ഇതുണ്ടായിരുന്നു. ഫോറൻസിക് ഡോക്ടർമാർ മുൻകാലത്തെ ഡോക്ടർമാരായിട്ട്. അത് കുറെ ദൃശ്യം 2 സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദൃശ്യം 2 ജിത്തുവിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സംഭവം, ഫോറൻസിക് ഡോക്ടർമാർ ഒരിക്കലും കറപ്ഷന് കൂട്ടു നിൽക്കില്ല. അപ്പൊ അങ്ങനെയാണ് ജിത്തു കഥ ലാസ്റ്റ് അങ്ങനെ അവിടുത്തെ ഒരു അറ്റൻഡറെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചുകൊണ്ട് ആ കേസ് അങ്ങനെ ആ രീതിയിലേക്ക് ആ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫോറൻസിക് ഡോക്ടർമാർ പൊതുവെ എന്ന് ഞാൻ പറയുന്നത് എനിക്കറിയില്ല, എന്നത്തെ എല്ലാവരുടെ സാഹചര്യം നമുക്കറിയില്ല. പൊതുവെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
സാറിൻ്റെ ഇത്രയും വർഷത്തേക്ക് കരിയറിൽ സാറിന് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കേസ് സാറിന് ഉണ്ടോ? ഞാനിപ്പോൾ ഈ റെയിൽവേ കേസ് ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. അതേപോലെ സൗമ്യ കേസും അതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കേസുകൾ ധാരാളം കേസുകളുണ്ട്. അങ്ങനെ സാറിന് എപ്പോഴും ഓർത്ത് ചില സംഭവങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവങ്ങൾ പലതും ഓർക്കാന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ്, ഫോറൻസിക് സയന്റിസ്റ്റ്, ഡോക്ടർക്ക് ഓർക്കാന്ന് പറയുന്നത് ഈ പബ്ലിക്കിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് ആവണമെന്നില്ല കേട്ടോ. പബ്ലിക്കിന് ചെറിയൊരു കാര്യങ്ങളിൽ കൊണ്ട് വളരെയധികം ഇപ്പൊ ഇന്നലെ 2 ദിവസം മുന്നേ SOG ക്യാമ്പിൽ ഒരു പോലീസുകാരൻ ഷൂട്ട് ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹൈ വെലോസിറ്റി AK-47 കൊണ്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് സയന്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അതിൽ കിട്ടുന്ന എവിഡൻസുകളും അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും ഒക്കെ ഇന്നും വളരെ ഒരു അൺയൂഷ്വൽ ആയിട്ട് നടക്കുന്ന. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നമ്മുടെ പൂക്കോട്ട് പാടം ഒരു ഫോറസ്റ്റിൽ കയറി ഒരു എക്സ്ഹുമേഷൻ നടത്തിയിരുന്നു. ഒരു ആദിവാസി സ്ത്രീനെ, നായക് ഫാമിലിയിലത്തെ ഒരു സ്ത്രീനെ കൊലപാതകം കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രൊപ്പഗണ്ട വന്നത്. അത് പ്രൂവ് ചെയ്യാൻ കുത്തനെയുള്ള കയറ്റം, അതായത് ആനയും കരടിയും കടുവയും പാമ്പുകളും ഒപ്പം മാവോയിസ്റ്റുകളും എല്ലാം ഉള്ള ഒരു കാട്ടിലോട്ട് തണ്ടർ ബോൾട്ടിൻ്റെയും ANF-ൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടി ഞങ്ങൾ മല കീഴടക്കി എന്ന് പറയാം. മല കീഴടക്കി 5-6 കിലോമീറ്ററോളം കുത്തനെയുള്ള മല കയറി ബോഡി അവിടെ പോകുമ്പോൾ ആ പ്രശ്നത്തിന് അവിടെ ആദിവാസികാരും ഉണ്ടാവില്ല. അവിടെ ആ ഊരിൽ അവർക്ക് മരണത്തെ ഭയങ്കര പേടിയാണ്. ആ മരിച്ച ഒരു ബോഡി ഉണ്ടെങ്കിൽ അവരുടെ പാർത്ത് ഉണ്ടാവില്ല. മരിച്ച വീട് ഒരു വിട്ടു പോകും, അവിടെ വേറെ ഊരിലേക്ക് പോകും. അത്രത്തോളം പ്രേതത്തെ പേടിക്കുന്ന ആളുകൾ ആദിവാസികൾ. അപ്പൊ അവർക്ക് ബോഡി എവിടെയാണെന്ന് കാണിച്ചു തരാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ കണ്ടുപിടിച്ച് എക്സ്ഹ്യൂം ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് ഞങ്ങൾ മലയിറങ്ങി. മലയക്കാലത്ത് 3 മണിക്ക് പുറപ്പെട്ട സംഘം ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് രാത്രി 12 മണിക്ക് തിരിച്ചെത്തുന്നത്. അത് എന്നും മെമ്മറബിൾ ആയ ഒരു കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ പറയണം, കാടിന്റെ ശബ്ദങ്ങളും കിളികളുടെ ശബ്ദങ്ങളും ഒപ്പം പിടി എപ്പോൾ ആന വരാനോ അല്ലെങ്കിൽ കടുവ വരാനുള്ള സാഹചര്യം എല്ലാം അത് കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് വളരെ ഗംഭീരമായി ഞങ്ങൾ പോയി കണ്ടുപിടിച്ച് ഞങ്ങൾ നടത്തിച്ചോളൂ. എന്നും മെമ്മറബിൾ ആയിരിക്കും. ഈ ഫോറൻസിക് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ഫീൽഡിലാവട്ടെ മറ്റു വിദ്യാർത്ഥികൾ വരാനിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അവർക്ക് സാറിന് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? സത്യമായിരിക്കണം ക്ലൈന്റ്, അത് മാത്രമേ ഉള്ളൂ. അതായത് സത്യം കണ്ടുപിടിക്കുക എന്നതായിരിക്കണം ഒരു ഫോറൻസിക് ഡോക്ടറുടെ ലക്ഷ്യം. സത്യത്തിൽ മാത്രം ഉറച്ചായിരിക്കണം ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ പ്രവർത്തിക്കേണ്ടത്. മറ്റു ഇൻട്രസ്റ്റുകൾ പാടില്ല. സ്വന്തമായ താല്പര്യങ്ങളോ മറ്റ് പൊളിറ്റിക്കൽ താല്പര്യങ്ങളോ മതപരമായ താല്പര്യങ്ങളോ പേഴ്സണൽ താല്പര്യങ്ങളോ ചിലപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സ്വന്തം അച്ഛനോ സുഹൃത്തോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവോ അല്ലെങ്കിൽ സഹോദരനോ ആയിരിക്കും. പക്ഷെ അവർക്ക് വേണ്ടുന്ന നിയമസഹായം നൽകാം. അവർക്ക് വേണ്ടുന്ന നിയമസഹായം നൽകുന്നത് തെറ്റില്ല. പക്ഷെ എവിഡൻസ് ഹാമ്പർ ചെയ്യാനോ സത്യം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള ധൈര്യമുള്ളത് മാത്രം ഫോറൻസിക് വന്നാൽ മതി. നേരത്തെ ചോദിച്ചു പറഞ്ഞാൽ അതിനൊരു ധൈര്യം വേണം, സത്യം പറയാനുള്ള ധൈര്യം വേണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നുണ പറയുന്ന ധൈര്യം വേണ്ട സത്യം പറയാൻ. ഈ നുണ പറയുമ്പോ ഇനി നുണയെ പോലെ പല നുണകളും വീണ്ടും സത്യം പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നുണ പറയാനുള്ള ഒരു ധൈര്യം വേണ്ട. സത്യം പറയാനാണ് എളുപ്പം. അത് ആൾക്കാർ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്രൈം സ്റ്റോറിയുടെ 2ാമത്തെ എപ്പിസോഡ് അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ച ഹിതേഷ് സാറിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഒരു ലോ ഡിപ്പാർട്ട്മെന്റ് ഓഫീസറുമായി വീണ്ടും കണ്ടുമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.